ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേഷ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അത്യാവശ്യം മോശമില്ലാത്തൊരു ബോറിംഗ് മാർക്കറ്റ് ആയിരുന്നു അല്ലേ? ബോറിംഗ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഏതെങ്കിലും ഒരു സൈഡിൽ അടി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത് സൈഡിലാണ്. ചെറിയൊരു അടി കിട്ടി, ഞാനത് അടി സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി മൂലക്കിരുന്നു എന്നുള്ളതാണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു 2 ക്യാൻഡിൽ താഴേക്ക് വന്നു എന്നുള്ളതല്ലാതെ അതിൽ കഴിഞ്ഞിട്ട് പിന്നെ താഴേക്കുള്ള ഒരു ട്രെൻഡും കാണിച്ചിട്ടില്ല, മുകളിലേക്കുള്ള ട്രെൻഡും കാണിച്ചിട്ടില്ല. കാണിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു. 48,000 മുകളിൽ സസ്റ്റെയിൻ ആവുന്നതായിട്ട് കാണിച്ചു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ട്രെയിനിനെ പിക്ക് ചെയ്തത്. അതിനുശേഷം താഴേക്ക് വന്നൊരു ചെറിയ എസ് എൽ വാങ്ങിച്ചതാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ ലെവലിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇന്ന് മൊത്തത്തിൽ ട്രേഡ് ചെയ്തിട്ടുള്ളത്. സോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നാളെയും ഈ ഒരു ലോവിന്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് കിട്ടുള്ളൂ എന്നറിയോ? പ്രോപ്പറായിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. നെഗറ്റീവ് സെന്റിമെന്റ്സ് ഇൻ ദ സെൻസ് 100 കോൺഫിഡൻസിൽ ഷോർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ചെറുതായിട്ട് നമുക്കൊരു പി സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സിനാരിയോയിലേക്ക് ഇപ്പം മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൺലസ് ആൻഡ് അണ്ടിൽ 48,000 താഴെയായിട്ട് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഒരിക്കലും ഒരു അഗ്രസീവ് ബുള്ളിഷ് എന്നുള്ള ലെവലിൽ പ്ലാൻ ചെയ്യുകയല്ല. ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡുകൾ അല്ലെങ്കിൽ ഇൻട്രാഡേയിൽ നമ്മുടെ സെറ്റപ്പിൽ വരുന്ന ചെറിയ സൈഡിലേക്കുള്ള ട്രേഡുകൾ മാത്രമായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ എങ്ങനെയൊക്കെ ആയിരിക്കണം നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, എക്സ്പയറി ഡേയുടെ സെറ്റപ്പ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഏത് ലെവൽസൊക്കെയാണ് നമുക്ക് വാച്ച് ചെയ്യേണ്ടത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഞാനുള്ളത് നിഫ്റ്റിയുടെ 15-minute ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുന്ന ലെവൽസ് ഇത് രണ്ടും തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു നിഫ്റ്റി ഇന്ന് പ്രോപ്പറായിട്ട് മൂവ് ചെയ്തിട്ടുള്ളത്. ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു പറഞ്ഞ ലെവലിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഫസ്റ്റ് ക്യാൻ ഇറ്റ്സെൽഫ് താഴേക്ക് ബ്രേക്ക് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തി. അതിനുശേഷം ഇവിടെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കി. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി താഴേക്ക് തന്നെ വന്നു എന്നുള്ളതാണ്. ബട്ട് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ആൻഡ് അതുപോലെ തന്നെ 48,000 മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുമാണ്. സോ 15-minute ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് അഗെയിൻ ടെസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഈ ഒരു ലെവലിനെ. സോ എന്താണ് ഈ ഒരു ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രീവിയസ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ റെസിസ്റ്റൻസ് എടുക്കാനായിട്ട് മാർക്കറ്റ് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 47,800 എന്നുള്ളതാണ്. 850 അല്ല, സോറി, 47,800 എന്നുള്ള ലെവലിനാണ് ഞാൻ എടുക്കുന്നത്. 47,800 താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ 47,650 അല്ലെങ്കിൽ 670 എന്നുള്ള ഈ ലെവലിൽ നമുക്ക് ഈസിലി അച്ചീവബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ലെവലിൽ നമുക്ക് ചെറിയൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്, അതായത് 48,055 എന്നുള്ള ലെവലാണ്. സോ 48,055 മുകളിലായിട്ട് പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇതിനകത്തൊരു ബൈ സൈഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്നാണ് പ്രോപ്പർ റിജക്ഷൻ വന്നിട്ടുള്ളത്. ഇനി ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ ഫസ്റ്റ് ഹഡിലായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, 180 എന്നുള്ള ലെവൽ. സോ ആ 180യുടെ മുകളിലും പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അപ്പർ സൈഡിലേക്കുള്ള ഒരു മൊമെന്റം ഉണ്ടാവുള്ളൂ. സോ സ്ലോ ആൻഡ് സ്റ്റഡി മൊമെന്റം മാത്രമേ ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ. മിക്കവാറും ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ഒരു ഡോജി ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതും കൂടിയാണ്. കാരണം ഒരു വൺ ഡയറക്ഷൻ മാർക്കറ്റ് ഒരിക്കലും നമുക്കൊരു ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരിക്കലും നല്ലതല്ല. ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് മുകളിലേക്കുള്ള മാർക്കറ്റ് അങ്ങനെ 100-110 കയറി പോകുന്ന നല്ല കാര്യമായിരിക്കും. ബട്ട് ഒരു ട്രേഡർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് കറക്റ്റ് ചെയ്തു പോകുന്ന മാർക്കറ്റുകളാണ് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു 2 ലെവലിനെ വാച്ച് ചെയ്യാം. 47,800 അതുപോലെ തന്നെ 48,050 അല്ലെങ്കിൽ 55 എന്നുള്ള ലെവലിലെ ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ഇതിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ലെവലിലേക്ക് ബ്രേക്ക് ഔട്ട് തരുന്നതെങ്കിൽ നല്ല ട്രേഡുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലോ? മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നത്, അതായത് 670 എന്നുള്ള ലെവലിലാണ് എടുത്തുള്ളത് ഈ ഒരു ബേസിനെ. ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഗെയിൻ നല്ലൊരു ട്രേഡ് വരാൻ സാധ്യതയുണ്ട്. 47,445 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം പ്രീവിയസ്ലി ഉള്ള റെസിസ്റ്റൻസ് പോയിന്റ് അതാണ്. ഇവിടുന്നായിരിക്കും മിക്കവാറും പുതിയ ബയേഴ്സ് ആക്റ്റീവ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെ കൂടെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, എഗെയിൻ നിഫ്റ്റിയിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്
21,400 എന്നുള്ള ലെവലാണ് 21,400 ആൻഡ് ലോവർ സൈഡ് ഞാൻ 21,400 വാച്ച് ചെയ്യുന്നത്, അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 480 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ഇതിന്റെ താഴെയോ അല്ലെങ്കിൽ മുകളിലേക്കോ ആയിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. മുകളിലേക്കാണെന്നുണ്ടെങ്കിലും അഗ്രസീവ് ആവാൻ നമുക്ക് പറ്റില്ല, കാരണം ഓൾറെഡി മാർക്കറ്റ് സ്ട്രെച്ച് ആയിട്ടുണ്ട്, അതിന്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല. ബട്ട് ഈ ഒരു ലെവലിന്റെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 300 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെന്നുണ്ടെങ്കിലും ഈ 300 ലെവൽ വരെയുള്ള വരാൻ സാധ്യതയുണ്ട്. ബട്ട് അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ചെറിയ റിവേഴ്സൽ പോയിന്റ് അല്ലേ, ആ ഒരു പോയിന്റിനെ കൂടി നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അതിനെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ 300 ആൻഡ് ഓൺ ദ ലോവർ സൈഡ് അഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 240 എന്നുള്ള ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി എന്താണ് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓർ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എനിക്കിവിടെ പ്രോപ്പറായിട്ടൊരു പ്രൈസ് ആക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാനൊരു അപ്പർ സൈഡിലേക്കുള്ള ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗ്യാപ്പ് ഡൗൺ, എത്ര പോയിന്റ് ആണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും. ഈ 300 ഇവിടേക്കായിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണ്. ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം അതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ താഴേക്കുള്ള ട്രേഡിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ബട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ സൈഡ് വേസ് ആവാനുള്ള സാധ്യതകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് നാളത്തെ എക്സ്പയറി ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്? എക്സാക്ട് സെയിം ലെവലിൽ തന്നെയാണ് വാച്ച് ചെയ്യുന്നത്. ബട്ട് അഗ്രസീവ് ആയിട്ട് ഷോർട്ടിന് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് 21,440 എന്നുള്ള ലെവലിനെ എടുക്കാൻ പറ്റും. ഓൺ ദ അപ്പർ സൈഡ് 21,540 എന്നുള്ള ലെവലിനെ എടുക്കാൻ പറ്റും. സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ലോവർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റ് നമുക്ക് വരുന്നുള്ളൂ. ബട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് സമയം ഇവിടെ നിന്നതിന് ശേഷം, ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് ഇതിന്റെ താഴെയായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 300 എന്നുള്ളതൊക്കെ ഈസിലി ടാർഗറ്റ് അച്ചീവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. എഗെയിൻ എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്? എഗെയിൻ HDFC ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും തന്നെ ഇല്ല. ഈ ഒരു രണ്ട് ലെവലിൽ തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. 1655 അതുപോലെ തന്നെ 1665 അല്ലേ, 1645 അതുപോലെ തന്നെ 16 ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1660 എന്നുള്ള ലെവലിനെയും കൂടെ വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൽ താഴെ മുകളിലായിട്ടായിരിക്കും ഡയറക്ഷണൽ മൂവ്മെന്റ് ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ICICI നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1020 എന്നുള്ള ലെവൽ ക്രൂഷ്യലാണ്. 1020 താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിന്റെ താഴെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1010 എന്നുള്ള ടാർഗറ്റൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യണം. അഗെയിൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള 1111 എന്നുള്ള ലെവലിൽ വീണ്ടും എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. സോ 1010 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1010 താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം നമുക്ക്. 1845 എന്നുള്ള ലെവലിൽ 1845 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽ? ഇൻഫീൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ് 1558 എന്നുള്ള ലെവൽ. സോ 1558 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന കറക്ഷൻ ഒക്കെ ഇതിനെ കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ആ ഒരു ലെവലും കൂടെ മൈൻഡിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 3845 ഇതിനകത്ത് മാർക്ക് ചെയ്യുക. ലൈക്ക് TCSൽ മാർക്ക് ചെയ്യുക 4540 എന്നുള്ള ലെവലിനടുത്ത് തന്നെ എടുക്കാം നമുക്ക്. 40 താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ വാച്ച് ചെയ്യേണ്ടത്? റിലയൻസ് ഒന്ന് പ്രോപ്പറായിട്ട് 2500 പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു. ഇതിന്റെ മുകളിലേക്ക് ഒരു ഷാർപ്പ് മൊമെന്റം ഉണ്ടാവുന്നുള്ളത് 30 പോയിന്റുള്ള മൊമെന്റം എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ. സോ എഗെയിൻ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2500 എന്നുള്ള ലെവലിൽ തന്നെ എടുക്കുക. 2500 താഴെ വന്നാൽ മാത്രമേ റിലയൻസിന്റെ ചാർട്ടിൽ ഒരു വീക്ക്നെസ്സിനെ തപ്പാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള കൺസെപ്റ്റിലേക്കായിരിക്കും ഇത് മാറാൻ പോകുന്നത്. സോ ആ ഒരു ലെവലും കൂടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അനാലിസുകൾ നിർബന്ധമായിട്ട് ചാർട്ടിൽ ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ വരുന്ന ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹീറോ സീറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പയറി ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ചെയ്യാണ്ടിരിക്കുക. നമ്മളുടെ ക്യാപിറ്റലിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ വെച്ചിട്ട് മാത്രമേ ഹീറോ സീറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. സോ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കാം. ആൻഡ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.